നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3 ആണ്, എൻവയോൺമെൻറ്റ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റിയിൽ. അപ്പോൾ ഇവിടെ 6 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടിയും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ മൊഡ്യൂൾ 3 പഠിക്കാൻ പോകുന്നത്. ഇതിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആദ്യം സ്കഫോൾഡിംഗ് ആണ് വരുന്നത്. സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ജസ്റ്റ് എ പ്ലാറ്റ്ഫോം യൂസ്ഡ് ടു വർക്ക് ഓൺ ഹൈറ്റ്സ് അല്ലേ. അപ്പം ഇതാണ് നമ്മൾ സ്കഫോൾഡിങ്ങിൻ്റെ ഫിഗർ. ഇതിൻ്റെ ഫിഗർ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ അഡ്ജസ്റ്റബിൾ ലെഗ്സ് ഉണ്ട്, ഓക്കെ, ഔട്ട് ട്രിഗർ എന്ന് പറയും. പിന്നെ നമുക്ക് ലോക്കിംഗ് കാസ്റ്റർ ഉണ്ട്. ഈ കാസ്റ്റർ അൺലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇതിനെ നീക്കാനൊക്കെ പറ്റും. ക്യാറ്റ് വാക്ക് ഉണ്ട്. ഈ ക്യാറ്റ് വാക്കിൽ എന്തൊക്കെയുള്ളത്? ഫ്ലോർ പാനൽസ് ഉണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ മനുഷ്യൻ നിൽക്കുന്നത്. പിന്നെ ഗാർഡ് റെയിൽസ് ഉണ്ട്, ടോ ബോർഡ്സ് ഉണ്ട്, ലെഡ്ജേഴ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, എക്സെട്ര. ഓക്കെ, ഗാർഡ് റെയിൽ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ വെർട്ടിക്കൽ കോളത്തിന് നമ്മൾ എന്ത് പറയും? ലെഡ്ജേഴ്സ് എന്ന് പറയും. ഓക്കെ, എന്നാൽ വെർട്ടിക്കൽ കോളത്തിന് സ്റ്റാൻഡേർഡ്സ് എന്നും പറയും, ഹൊറിസോണ്ടൽ കോളത്തിന് ലെഡ്ജേഴ്സ് എന്നും പറയും. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കോ. സ്കഫോൾഡിൻ്റെ സേഫ്റ്റി ക്രൈറ്റീരിയനെ കുറിച്ചാണ് ആദ്യം 7 മാർക്കിന് ചോദിച്ചത്. സ്കഫോൾഡ് മസ്റ്റ് ബി ഇറക്റ്റഡ് ഓൺ എ ഫേം ലെവൽ ഗ്രൗണ്ട്. ഓക്കെ, ഇറക്റ്റഡ് ഓൺ എ ഫേം ലെവൽ ഗ്രൗണ്ട് വിത്ത് പ്രോപ്പർ ബേസ് പ്ലേറ്റ്സ്. ഓൾ പ്ലാങ്ക്സ് മസ്റ്റ് ബി സെക്യൂർഡ്, ഫുള്ളി ഡെക്ഡ് ആൻഡ് ഫ്രീ ഫ്രം ക്രാക്സ്. ഇത് ക്യാറ്റ് വോക്കിൽ എന്താണുള്ളത്? പ്ലാങ്ക്സ് ആണുള്ളത്. ഇറ്റ് മസ്റ്റ് ബി സെക്യൂർഡ്, ഫുള്ളി ഡെക്ഡ് ആൻഡ് ഫ്രീ ഫ്രം ക്രാക്സ്. ഇൻസ്റ്റാൾഡ് ഗാർഡ് റെയിൽസ്, മിഡ് റെയിൽസ് ആൻഡ് ടോ ബോർഡ്സ്. ഇതാണ് നമ്മുടെ ഗാർഡ് റെയിൽസ്, മിഡ് റെയിൽസ് ആൻഡ് ടോ ബോർഡ്സ്. ടോ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഷൂസിലെ ടോ ടച്ച് ചെയ്യുന്ന ഭാഗമാണ് ടോ ബോർഡ്സ്. ടോ ബോർഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ സ്ലിപ്പായി വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. സ്കഫോൾഡ് മസ്റ്റ് ബി ടൈഡ് ആൻഡ് ആങ്കേർഡ് ടു ദ സ്ട്രക്ചർ അറ്റ് റെഗുലർ ഇൻ്റർവെൽസ്. ഏത് സ്ട്രക്ചറിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ആങ്കർ ചെയ്ത് വെച്ചേക്കണം. സേഫ് ആക്സസ് മസ്റ്റ് ബി പ്രൊവൈഡഡ് യൂസിങ് ലാഡേഴ്സ് ഓർ സ്റ്റെയർവേസ്. ഇത് കണ്ട, ഇവിടെ സ്കാഫോൾഡിൽ ലാഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് തൂങ്ങി കയറാനൊന്നും പാടില്ല. സ്കാഫോൾഡ് മസ്റ്റ് നോട്ട് ബി ഓവർലോഡഡ് ബിയോണ്ട് ഇറ്റ്സ് റേറ്റഡ് കപ്പാസിറ്റി. അപ്പോൾ എല്ലാ സ്കാഫോൾഡിലും ഒരു റേറ്റഡ് കപ്പാസിറ്റി ഉണ്ടാകും. ഇപ്പോൾ 100 കിലോ സ്കാഫോൾഡിൽ 120 കിലോയുടെ ഒരാൾ വന്ന് നിന്നാൽ തീർന്നു, സ്കാഫോൾഡ് മറിഞ്ഞു വീഴാൻ ചാൻസ് ഉണ്ട്. മസ്റ്റ് ബി ഇറക്റ്റഡ്, ആൾട്ടേർഡ് ആൻഡ് ഡിസ്മാൻഡിൽഡ് ബൈ കോമ്പീറ്റൻറ്റ് പേഴ്സൺസ് ഓൺലി. ഓക്കെ, ഇത് സ്കാഫോൾഡ് ഇറക്റ്റ് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും അതിനായിട്ടുള്ള ആൾക്കാർ, ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ തന്നെ വരണം. സ്കാഫോൾഡിങ്ങിൻ്റെ ഇൻസ്പെക്ഷൻ. വാട്ട് ആർ ദി സ്കാഫോൾഡിംഗ് ഇൻസ്പെക്ഷൻസ് ബിഫോർ ഇറക്റ്റിംഗ് എ സ്കാഫോൾഡിംഗ്? Inspect before the first use after erection. Inspect daily at the start of each shift and at the end also. Check for cracks in planks and rust in metal parts. Planks അറിയാലോ, നമ്മുടെ ബോർഡിന്, നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ള സ്ട്രക്ചേഴ്സാണ് പ്ലാങ്ക്സ്. ആ പ്ലാങ്ക്സിൽ ക്രാക്സ് എന്തെങ്കിലും ഉണ്ടോ നോക്കണം, റസ്റ്റ് ഉണ്ടോ നോക്കണം. ഇൻസ്പെക്ട് ആങ്കറിങ്, ബ്രേസിങ്സ് ആൻഡ് ടൈസ്. ഇവിടെ നമ്മൾ ബ്രേസ് നോക്കുക, ഇതൊക്കെ ഓരോരോ ബ്രേസിംഗ് ആണ്. കേട്ടോ, ഇതെല്ലാം ബ്രേസിംഗ് ആണ്. അതിനെല്ലാം പ്രോപ്പർ ഇൻസ്പെക്ഷൻ ചെയ്യണം. എൻഷുർ ഗാർഡ് റെയിൽസ്, ടോ ബോർഡ്സ് ആൻഡ് പ്ലാങ്ക്സ് ആർ ഇൻടാക്ട്. ഓക്കെ, കൺഫേം ലോഡ് ലിമിറ്റ്സ് ആർ നോട്ട് എക്സീഡഡ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സ്കാഫോൾഡ് 100 കിലോയുടെ സ്കാഫോൾഡിന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 1000 കിലോയുടെ സ്കാഫോൾഡിന് 1200 നമ്മളെ മെഷീനെല്ലാം വെച്ച് 1200 കിലോ ആക്കിയാൽ അതിന് താങ്ങാനുള്ള പറ്റൂല. After storms, vibrations or any other modification, re-inspect the scaffold. Requirements for a safe working platform. Scaffolding and a safe working platform സേഫ് വർക്കിംഗ് പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ആദ്യം എന്ന് പറഞ്ഞാൽ ഫേം ആൻഡ് ലെവൽ ബേസ് ആയിട്ടാണ്. ഓക്കെ, പ്ലാറ്റ്ഫോമിൽ പ്രോപ്പർ സോൾഡ് പ്ലേറ്റ്സ് ഉണ്ടാവണം. സ്ട്രോങ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലെഡ്ജേഴ്സ്. സ്റ്റാൻഡേർഡ്സ് ആൻഡ് ലെഡ്ജേഴ്സ് ഞാൻ പറഞ്ഞല്ലോ. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ കോളംസ് ആണ്. ആ വെർട്ടിക്കൽ കോളംസിലായിരിക്കും ലോഡ് താങ്ങുന്നത്. ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ കോളംസ് ആണ്. ഹൊറിസോണ്ടൽ കോളംസ് അല്ല, ബീംസ്. സെക്യൂർ പ്ലാറ്റ്ഫോം പ്ലാങ്ക്സ്, ഗാർഡ് റെയിൽസ് ആൻഡ് ടോ ബോർഡ്സ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒരു സേഫ് വർക്കിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ട റിക്വയർമെൻറ്റ്സ്. നോൺ സ്ലിപ്പ് സർഫസ് ആയിരിക്കണം. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നോൺ സ്ലിപ്പ് ആയിരിക്കണം. അഡിക്വേറ്റ് വിഡ്ത്ത് ഉണ്ടാവണം നമ്മളെ പ്ലാറ്റ്ഫോമിന്. പിന്നെ ഇറ്റ് മസ്റ്റ് ബി ഫ്രീ ഫ്രം ഗ്യാപ്സ് അല്ലെങ്കിൽ ഓപ്പണിങ്സ്. അതിനാണ് നമ്മൾ പ്രോപ്പർ ഗാർഡ് റെയിലെല്ലാം കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ദർ മസ്റ്റ് നോട്ട് ബി എനി ഓവർലോഡിങ്, പ്രോപ്പർ ആക്സസ് വിത്ത് ലാഡേഴ്സ്, വെതർ റെസിസ്റ്റൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടായിരിക്കണം ഉപയോഗിക്കുന്നത്. സ്കാഫോൾഡിങ് ഉണ്ടാക്കേണ്ടത്, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കും? റസ്റ്റ് സംഭവിക്കും. റെഗുലർ ഇൻസ്പെക്ഷൻ. ടാഗ് സിസ്റ്റം, ഗ്രീൻ, യെല്ലോ, റെഡ്. സ്കാഫോൾഡിങ്ങിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ടാഗ് സിസ്റ്റം നമ്മൾ ടാഗ് ആ സ്കാഫോൾഡിങ്ങിന് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ സേഫ്റ്റി നെറ്റ്സ് ബിലോ ഇഫ് ദ ഹൈറ്റ് ഈസ് വെരി ഹൈ. സ്കാഫോൾഡിങ് ഇങ്ങനെ ഇരിക്കുന്ന സ്കാഫോൾഡിങ് ആണെങ്കിൽ ചിലപ്പോൾ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ സേഫ്റ്റി നെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. സേഫ്റ്റി മെഷേഴ്സ് വൈൽ വർക്കിംഗ് വിത്ത് സ്കാഫോൾഡിംഗ്. ഓക്കെ, 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ സേഫ്റ്റി മെഷേഴ്സ് വൈൽ വർക്കിംഗ് വിത്ത് സ്കാഫോൾഡിംഗ്? വെയർ PPE, പ്രോപ്പർ personal protective equipment such as helmets, safety shoes, harness. Do not climb cross braces. ഓക്കെ, അപ്പം നമ്മൾ സ്കാഫോൾഡിങ്ങിൽ തന്നെ ലാഡറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ തന്നെ സ്കാഫോൾഡിങ്ങിൻ്റെ വെർട്ടിക്കൽ കോളംസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്രോസ് ബ്രേസസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ കയറി തൂങ്ങല്, പ്രോപ്പർ ലാഡറിൽ തന്നെ കയറണം. Do not work in high wind or slippery conditions. Keep platforms free from debris and tools.
ഡു നോട്ട് ഓൾട്ടർ ദ സ്കാഫോൾഡ് വൈൽ ഇൻ യൂസ്. ഓക്കെ, നമ്മൾ സ്കാഫോൾഡ് ഒരാൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എടുത്ത് മാറ്റാൻ പാടില്ല. മെയിൻറ്റെയിൻ 3 point കോൺടാക്ട് വൈൽ ക്ലൈംബിങ്. ഓക്കെ, 3 point കോൺടാക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ലെഗ്സിലാണ്. ഓക്കെ, 3 point കോൺടാക്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. ടൈപ്സ് ഓഫ് സ്കാഫോൾഡിങ് അത് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് നോക്കുകയാണെങ്കിൽ സിംഗിൾ ബ്രിക്ക് ലെയർ സ്കാഫോൾഡ് എന്ന് പറയും. ബ്രിക്ക് ലെയർ സ്കാഫോൾഡ് എന്ന് പറയാൻ കാരണം ഇറ്റ് ഈസ് യൂസ് ഫോർ ബ്രിക്ക് മേസൺറി. ഡബിൾ ഇൻഡിപെൻഡൻറ്റ് സ്കാഫോൾഡ് യൂസ് ഫോർ സ്റ്റോൺ മേസൺറി. അതിൽ ഡബിൾ ലെയർ ആയിരിക്കും. പിന്നെ ക്യാൻഡിലെവർ സ്കാഫോൾഡ്. ക്യാൻഡിലെവർ സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചോ, ഇവിടെ നമുക്ക് സ്കാഫോൾഡ് വെക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ, എന്നാൽ ഇങ്ങനെയായിരിക്കും നമ്മൾ സ്കാഫോൾഡിന് വെക്കുന്നത്. ഓക്കെ, ഇവിടെ അടിയിൽ ബേസ് ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ക്യാൻഡിലെവർ ബീം പോലെ ആയിരിക്കും നമ്മൾ സ്കാഫോൾഡ് വെക്കുന്നത്. സസ്പെൻഡഡ് സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലിയ വലിയ ബിൽഡിങ്ങിൽ, ഹൈ റൈസ് ബിൽഡിങ്ങിൽ വിൻഡോ ക്ലീനിങ്ങിനെല്ലാം സസ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ക്ലീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനാണ് സസ്പെൻഡഡ് സ്കാഫോൾഡ് എന്ന് പറയുന്നത്. ട്രസിൽ സ്കാഫോൾഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സപ്പോർട്ടഡ് ഓൺ മൂവബിൾ ട്രൈപോഡ്സ്. സ്റ്റീൽ ട്യൂബ് സ്കാഫോൾഡിങ് നമ്മൾ എല്ലായിടത്തും മെയിനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റീൽ ട്യൂബാണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ് സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ നേച്ചർ. ദെൻ മൊബൈൽ സ്കാഫോൾഡിങ് എന്തായിരിക്കും, വീൽസ് ഉണ്ടാവും ഫോർ ട്രാൻസ്പോർട്ടിങ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഇതാണ് നമ്മളെ ബ്രിക്ക് ലെയർ സ്കാഫോൾഡ്, സ്റ്റീൽ സ്കാഫോൾഡിങ്. പിന്നെ നീഡിൽ സ്കാഫോൾഡിങ്. നീഡിൽ സ്കാഫോൾഡിംഗ് എന്ന് വെച്ചാൽ സിമിലർ ടു സസ്പെൻഡഡ് സ്കാഫോൾഡിങ്. സിമിലർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ അടിയിലൊന്നും വെക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു നീഡിൽ വെച്ചിട്ട് സ്കാഫോൾഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു നീഡിൽ വെച്ചിട്ടായിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. എക്സ്കവേഷൻ സേഫ്റ്റി. എക്സ്കവേഷൻ എന്താ, മണ്ണ് കുഴിക്കുന്ന ആ ഒരു പ്രോസസ്സിന് എക്സ്കവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഇവിടെ നമ്മൾ ഈ ഒരു ഇമേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ആൾക്കാർ എക്സ്കവേഷൻ പ്രോസസ്സ് നടത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് മണ്ണ് ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ, മണ്ണ് ഇടിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഫോളോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ടു ദ പിറ്റ്സ്. പിന്നെന്താ, ഫെയിലിംഗ് സോയിൽ, കേവിൻസ് ആൻഡ് ട്രെഞ്ച് കൊളാപ്സ്, അതാണ് മണ്ണിടിച്ചിൽ. പിന്നെന്താ, ഫോളിംഗ് സോയിൽ ഓർ ലൂസ് മെറ്റീരിയൽസ് ഫ്രം ദ എഡ്ജസ്. ഈ സോയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോയിൽസ് ഒക്കെ ഉണ്ടല്ലോ. ആ സോയിൽ ഇപ്പോൾ ലൂസ് സോയിലാണെങ്കിൽ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഫോളിംഗ് സോയിൽ. ഹിറ്റിംഗ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ് ഓർ ഇലക്ട്രിക് ബിൽസ് അല്ലേ, ഇവർ എക്സ്കവേഷൻ ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ നമ്മളെ പൈപ്പ് ലൈനോ ഗ്യാസ് ലൈനോ വല്ലതും ഉണ്ടെങ്കിൽ അത് തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്ലഡിങ് അല്ലെങ്കിൽ വാട്ടർ അക്യുമുലേഷൻ. പിന്നെ ഓക്സിജൻ ഡെഫിഷ്യൻസി. നമ്മൾ നല്ല ആഴത്തിൽ പോകാമെന്ന് വിചാരിച്ചോ, നല്ല ആഴത്തിൽ പോവുകയാണെങ്കിൽ, അതും ചെറിയ തിക്നെസ്സിലാണ് നമ്മൾ പോകണമെങ്കിൽ ഓക്സിജൻ ഡെഫിഷ്യൻസിന് കാരണമാവും. ടോക്സിക് ഗ്യാസസ് ഉണ്ടാവും ചിലപ്പോൾ അടിയിൽ. ഓക്കെ, നമ്മൾ ഇപ്പോൾ ബയോ ഹസാർഡസ് വേസ്റ്റ് മെറ്റീരിയലെല്ലാം ഇവിടെയാണ് കുഴിച്ചേക്കണമെന്ന് വിചാരിച്ചു, ഇതിൻ്റെ അടുത്ത് വല്ല കുഴിച്ചേക്കാണെങ്കിൽ എന്തായാലും അടിയിലോട്ട് പോകുമ്പോൾ ആ ഗ്യാസസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ടോക്സിക് ഗ്യാസ് പ്രസൻസ്. പിന്നെ മെഷീനറി മൂവ്മെൻറ്റ് ഹസാർഡ്സ്, വർക്കർ ഫോൾസ് ഓൺ ദ എക്സ്കവേറ്റഡ് പിറ്റ്, വൈബ്രേഷൻ ഓർ നിയർ ബൈ, ട്രാഫിക് വീക്കണിങ്, ട്രെഞ്ച് വോൾസ്. ഓക്കെ, ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്തൊക്കെയാണ്? ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്ന് പറയുമ്പോൾ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക്കൽ സേഫ്റ്റി? ഇവിടെ നമുക്കൊരു അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റി മെഷറായിട്ട് നമുക്ക് ഷോറിംഗ് ഒക്കെ നടത്താം കേട്ടോ. ഷോറിംഗ് എന്ന് വെച്ചാൽ എന്താ, ഒരു ടെമ്പററി വോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തോ ടെമ്പററി വോൾ ക്രിയേറ്റ് ചെയ്താൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മണ്ണിടിച്ചിലുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഹൈഡ്രോളിക് ജാക്ക് വെച്ചിട്ടും ഒരു വോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇലക്ട്രിക്കൽ സേഫ്റ്റി. ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്ന് വെച്ചാൽ എന്താ, അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ സേഫ്റ്റി അല്ലെങ്കിൽ വാട്ട് ആർ ദ സേഫ്റ്റി പ്രിക്കോഷൻസ് ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ഡ്യൂറിങ് വർക്ക് പ്ലേസ്. ഇവിടെ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഓൺ എ ഹ്യൂമൻ ഹെൽത്ത്, വിച്ച് ഇസ് ആസ്ക് ഫോർ 6 marks. മസിൽ സ്പാസംസ്, ഇന്നബിലിറ്റി ടു റിലീസ് ഒബ്ജക്റ്റ് അല്ലേ, നമ്മളൊരു കറണ്ട് അടിക്കുമ്പോൾ നമ്മൾ സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട്, അത് അവിടെ തന്നെ നിന്നിട്ടാണ് ഷോക്ക് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അതായത് ഇന്നബിലിറ്റി ടു റിലീസ് ഫ്രം ഒബ്ജക്റ്റ് ആൻഡ് മസിൽ സ്പാസം. ഓക്കെ, പിന്നെ ബേൺസ് അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിൻറ്റ്സ്. ഹാർട്ട് അറിത്മിയ ഓർ കാർഡിയാക് അറസ്റ്റ്. അറിത്മിയ എന്ന പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ഹാർട്ടിൻ്റെ റിതമിന് ഡിഫറൻസ് ഉണ്ടാക്കും. ആൻഡ് കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് സ്റ്റോപ്പേജ്. ബ്രീതിങ് ഡിഫിക്കൽട്ടി ഓർ റെസ്പിറേറ്ററി പാരാലിസിസ്. പിന്നെ നെർവസ് സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഈ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ തണ്ടർ ബോൾട്ടും അല്ലെങ്കിൽ ഒരു ഇലക്ട്രിസിറ്റി അടിച്ച ആൾക്കാരുടെ കയ്യിൽ നെർവ്സിനെല്ലാം ഡാമേജ് വന്നാൽ അത് കാണാൻ പറ്റും. ലോസ് ഓഫ് കോൺഷ്യസ്നസ് ഓർ ഈവൻ ഡെത്ത്, വേഴ്സ്റ്റ് കേസ് സിനാരിയോ. ഇലക്ട്രിക്കൽ ഇഞ്ചുറീസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ് എന്തൊക്കെയാണ് 7 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ഷോക്ക് ഫ്രം ലൈവ് വയേഴ്സ്, ആർക്ക് ഫ്ലാഷ് ബേൺസ്, കോണ്ടാക്ട് ബേൺസ് ഫ്രം ഇലക്ട്രിക്കൽ ടൂൾസ്, ഫോൾസ് ഡ്യൂ ടു ഇലക്ട്രിക് ഷോക്ക് റിയാക്ഷൻ. ഓക്കെ, ആ റിയാക്ഷൻ കാരണം വന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. വീഴുന്നത് ചിലപ്പോൾ വലിയടുത്ത ടോപ്പിൽ ഹൈറ്റിലാണോ വർക്ക് ചെയ്യണമെങ്കിൽ വന്ന് വീണ് തീരാൻ ചാൻസ് ഉണ്ട്. എക്സ്പ്ലോഷൻ ഓർ ഫയർ ഡ്യൂ ടു ഷോർട്ട് സർക്യൂട്ട്സ്, ഇലക്ട്രിക്യൂഷൻ ഓഫ് ഫോൾട്ടി എക്യുപ്മെൻറ്റ്സ്. ഓക്കെ,
ഓവർ ഹെഡ് ലൈൻ കോൺടാക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുമായിട്ട് നമ്മൾ കോൺടാക്ട് വന്നാലും ഇലക്ട്രിക്കൽ ഇഞ്ചറീസ് വരാൻ ചാൻസ് ഉണ്ട്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ആൻഡ് റേഡിയേഷൻ. ഓക്കെ, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വേസ്റ്റ് വിച്ച് ഹാസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ഇൻ ഇറ്റ്, ദെൻ വി കോൾ ഇറ്റ് ആസ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ്. ഇനി റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്തുകൊണ്ടാണ് ഇത്രയും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്? ബിക്കോസ് ഇറ്റ് എമിറ്റ്സ് റേഡിയേഷൻ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് അറിയാം? ഈ റേഡിയേഷൻ നേരെ വന്ന് നമ്മളെ സ്കിന്നിൽ കയറിയിട്ട് സ്കിന്നിലെ സെൽസിൻ്റെ എഫക്റ്റ് ചെയ്യും. സ്കിന്നിലെ സെൽസിലുള്ള DNA ഡാമേജ് ചെയ്യും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? സെൽസിനെ ഡാമേജ് ചെയ്യും. അതായത് അതിൻ്റെ അകത്തുള്ള DNA ഒന്നെങ്കിൽ ഡാമേജ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യും. ഈ മോഡിഫൈ ചെയ്തിട്ട് ചിലപ്പം മോഡിഫൈ ചെയ്ത കാരണം ഈ ദിസ് സെൽസ് ബിക്കം അൺകൺട്രോളബിൾ ആൻഡ് മൾട്ടിപ്ലൈ. ഓക്കെ, ഈ ഇങ്ങനെ കുറേ അൺകൺട്രോളബിൾ മൾട്ടിപ്ലിക്കേഷൻ കാരണം ക്യാൻസർ സെൽസ്, ഇങ്ങനെയാണ് ക്യാൻസർ ഫോർമേഷൻ വരുന്നത്. മനസ്സിലായോ? അപ്പോൾ മെത്തേഡ്സ് ഓഫ് റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 8 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നമ്മളിവിടെ നോക്കണം. ഓക്കെ, ഡൈല്യൂട്ട് ആൻഡ് ഡിസ്പേഴ്സ്. ആ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ എന്തെങ്കിലും ലിക്വിഡ് എല്ലാം വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഡിസ്പോസ് ചെയ്യുക. ഡീപ്പ് ജിയോളജിക്കൽ ഡിസ്പോസൽ, ഭയങ്കര അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ഇതുപോലെ കണ്ട ജിയോളജിക്കൽ മണ്ണിൻ്റെ അകത്ത് കുഴിച്ചിടുക. പിന്നെന്താ എഞ്ചിനീയർഡ് ലാൻഡ് ഫിൽസ്, അതിനായിട്ട് വേണ്ടിയിട്ട് ലാൻഡ് ഫിൽസ് ക്രിയേറ്റ് ചെയ്യുക. ഇമ്മൊബിലൈസേഷൻ ഇൻ ഗ്ലാസ് അല്ലേ. അപ്പം ഈ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എങ്ങനെയാണ് റേഡിയേഷൻ എമിറ്റല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഈ റേഡിയേഷൻ എമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസിൻ്റെ അകത്തേക്ക് സൂക്ഷിച്ച് വെക്കാം റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ. അപ്പം എമിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, ഗ്ലാസ് പ്രൊട്ടക്റ്റ് ചെയ്തോളും. അതിനാണ് വിട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓഷൻ ഡിസ്പോസൽ അത് ഇപ്പം ബാൻഡാണ് കേട്ടോ. ഇനി സ്റ്റോറേജ് ഇൻ ഡ്രൈ കാസ്ക്സ്. ഇൻസിനറേഷൻ അതിനെ കണ്ടാമിനേറ്റഡ് വേസ്റ്റിനെ കത്തിച്ച് കളയാം. റീപ്രോസസ്സിങ് ആൻഡ് റീസൈക്ലിംഗ് ന്യൂക്ലിയർ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. പിന്നെ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്താണ്? ഹൗ ടു ഡിസ്പോസ്. അങ്ങനെ വേസ്റ്റ് കണ്ടെയ്നിങ് അൺസ്റ്റേബിൾ റേഡിയോ ആക്റ്റീവ് ഐസോടോപ്സിനാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഹൗ ക്യാൻ വി ഡിസ്പോസ് ഇറ്റ്? ഇറ്റ് ഈസ് ജനറേറ്റഡ് ഫ്രം ന്യൂക്ലിയർ പ്ലാന്റ്സ്, ഹോസ്പിറ്റൽസ്, ലാബ്സ്. സെഗ്രിഗേറ്റ് ഇൻ ടു ലോ, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഹൈ ലെവൽ വേസ്റ്റ്. എത്രത്തോളം റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് നമുക്ക് ഇതിനെ സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഷീൽഡഡ് കണ്ടെയ്നേഴ്സ്. യൂസ് ഓഫ് ജിയോളജിക്കൽ ഡിസ്പോസൽ ഫോർ ഹൈ ലെവൽ വേസ്റ്റ് അല്ലേ. ഹൈ ലെവൽ വേസ്റ്റിന് നമ്മൾ ജിയോളജിക്കൽ ഡിസ്പോസൽ. അപ്പോൾ ഹൗ ടു ഡിസ്പോസ് എന്നുള്ളത് നമുക്ക് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇമ്മൊബിലൈസ് ഇൻ സിമെൻറ്റ് അല്ലെങ്കിൽ ഗ്ലാസ്, കണ്ടിന്യൂസ് മോണിറ്ററിങ് ഓഫ് ലീക്സ്. അങ്ങനെയൊക്കെയാണ് നമുക്ക് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിലും അതിനെ ഡിസ്പോസ് ചെയ്യാനാണെങ്കിലുള്ള സ്ട്രാറ്റജീസ്. ടൈപ്സ് ഓഫ് റേഡിയേഷൻ നമുക്കറിയാം. ആൽഫ റേസ് ഉണ്ട്, ബീറ്റ റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്, എക്സ് റേസ് ഉണ്ട്. ഈ റേഡിയേഷനിൽ തന്നെ എക്സ് റേസ് ഉണ്ട്. പിന്നെ ഈ റേഡിയേഷനിൽ തന്നെ അയനൈസിങ് റേഡിയേഷൻ ഉണ്ട്, നോൺ അയനൈസിങ് റേഡിയേഷൻ ഉണ്ട്. എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 1 2 നമ്മളിത് പഠിക്കും. ഇനി എക്സ് റേസ് എന്ന് പറയുമ്പോൾ ഈ എക്സ് റേസും നല്ലതല്ല, ഡേഞ്ചറാണ്, നമുക്കറിയാം ഹാംഫുൾ ആണെന്നുള്ളത്. പക്ഷേ ഈ എക്സ് റേസ് നമ്മളിപ്പം എക്സ്റേ എല്ലാം എടുക്കുമ്പോൾ ചെറിയ എമൗണ്ട് ഓഫ് റേഡിയേഷൻ അവർ തരുന്നത്, ചെറിയ എമൗണ്ട് ഓഫ് ഡോസ് ആയിരിക്കും, വിച്ച് ഡസ് നോട്ട് ഇമ്പാക്റ്റ് അവർ ബോഡി ആസ് മച്ച്. ഓക്കെ, പക്ഷേ ഈ ഗാമ റേഡിയേഷനൊക്കെ ഹൈ പെനിട്രേറ്റിംഗ് റേഡിയേഷനാണ്, ഇതിൻ്റെ ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ ആൽഫ റേഡിയേഷൻ ഹെവിയാണ്, ലോ പെനിട്രേഷനാണ്. ബീറ്റ റേഡിയേഷൻ, ഗാമ റേഡിയേഷൻ. എക്സ് റേസ് എന്താ? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനാണ്. ന്യൂട്രോൺ റേഡിയേഷൻ ഫ്രം റിയാക്ടേഴ്സ്. ഔട്ടർ സ്പേസിൽ നമുക്ക് കോസ്മിക് റേഡിയേഷൻ വരും. പിന്നെ UV അൾട്രാവയലറ്റ് റേഡിയേഷൻ എല്ലാവർക്കും അറിയാം, എന്താണ്, സണ്ണിൽ നിന്നാണ്. അത് ഇറ്റ് ക്യാൻ കോസ് ബേൺസ്. റേഡിയേഷൻ ഹസാർഡ്സ് ആൻഡ് എഫക്ട്സ് ഓൺ ഹ്യൂമൻ ബോഡി. അപ്പോൾ ഈ റേഡിയേഷൻ എന്നെല്ലാം കിട്ടുന്ന ഹസാർഡ്സ് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ? അപ്പം ആദ്യത്തെ സ്കിൻ ബേൺ. ഹൈ റേഡിയേഷൻ ഡോസസ് ക്യാൻ ഡാമേജ് ദ സ്കിൻ ലെയേഴ്സ്. സ്കിൻ സെൽസിനെ ഡാമേജ് ചെയ്യും, കോസിങ് റെഡ്നെസ്, ബ്ലിസ്റ്ററിങ് ആൻഡ് ടിഷ്യൂ ഇഞ്ചറി. ഇനി ഈ സ്കിന്ന് കാരണം തന്നെ നമ്മുടെ ഹെയറിലുള്ള സ്കിന്നും തലയിലുള്ള സ്കിന്നും ഡാമേജ് ആയിട്ട് ഹെയർ ലോസ് സംഭവിക്കും. റേഡിയേഷൻ ഡിസ്ട്രോയ്സ് ഹെയർ ഫോളിക്കൽസ് ലീഡിങ് ടു ടെമ്പററി ഓർ പെർമനൻറ്റ് ലോസ് ഓഫ് ഹെയർ. നോസിയ ഓർ വോമിറ്റിംഗ്. റേഡിയേഷൻ അഫക്ട്സ് ഡൈജസ്റ്റീവ് ട്രാക്ട് ലൈനിങ്. ഇത് കാരണമാണ് നോസിയോ അല്ലെങ്കിൽ വോമിറ്റിംഗ് വരുന്നത്. കോസിങ് സിക്നസ് വിത്തിൻ അവേഴ്സ്. ഓർഗൻ ഡാമേജ്. ഇൻറ്റർണൽ ഓർഗൻ ലൈക്ക് ലിവർ, ലങ്സ്, കിഡ്നി ലൂസ് ഫങ്ഷൻ ഡ്യൂ ടു ദിസ് സെൽ ഡിസ്ട്രക്ഷൻ. ബോൺ മാരോ സപ്രഷൻ. അപ്പോൾ നമ്മളെ ബോണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റേഡിയേഷൻ കിൽസ് blood forming cells in marrow, reducing immunity. Reduction in blood cells, decrease in RBC, WBC, red blood cell, white blood cell, platelets, leading to anemia, infection and bleeding. Okay, white blood cells എന്തിനാണ്? നമുക്ക് ഇമ്മ്യൂണിറ്റിക്ക് എല്ലാം ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് നേരെ ഇവിടെ പറയുന്നത്. അതായത് റേഡിയേഷൻ കിൽസ് ബ്ലഡ് ഫോമിങ് സെൽസ് ഇൻ മാരോ, റെഡ്യൂസിങ് ഇമ്മ്യൂണിറ്റി. അപ്പം WBC കുറഞ്ഞാലും ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യും, ബോൺ മാരോ സപ്രഷൻ വന്നാലും ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ആവും. ഡിക്രീസ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്, WBC ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആണ് നമ്മൾ ക്ലോട്ടിങ്ങിനൊക്കെ സഹായിക്കുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റം ഡാമേജ്, റെഡ്യൂസ്ഡ് WBC കൗണ്ട്, വീക്കൺസ് ഡിഫൻസ് അഗെയിൻസ്റ്റ് ഡിസീസസ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. ക്യാൻസർ ഫോർമേഷൻ. റേഡിയേഷൻ എന്ത് ചെയ്യുന്നത്? നമ്മളെ സെല്ലിൻ്റെ അകത്തുള്ള DNA ഓൾട്ടർ ചെയ്യും. ഓൾട്ടർ ചെയ്യുമ്പോൾ എന്താണ്? അൺകൺട്രോൾഡ് സെൽ ഡിവിഷൻ ടേക്ക് പ്ലേസ്.
വിച്ച് ഈസ് നത്തിങ് ബട്ട് ട്യൂമർ. അപ്പോൾ ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഈ സെല്ലിൻ്റെ കോൺടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയും. കോൺടാക്ട് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഡിവിഷനിൽ നോർമൽ ഒരാളുടെ ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു കോൺടാക്ട് ഇൻഹിബിഷൻ കാരണം സ്റ്റോപ്പ് ആവും. ഓക്കെ, പക്ഷേ ഇതുപോലെ ക്യാൻസർ സെൽസിലാണെങ്കിൽ ആ കോൺടാക്ട് ഇൻഹിബിഷൻ എന്നുള്ള ഇത് അങ്ങ് എടുത്ത് കളയും. അപ്പം സ്റ്റോപ്പ് ആവത്തേ ഇല്ല. ഇങ്ങനെ ഇറ്റ് മൾട്ടിപ്ലൈസ് ആൻഡ് ഫോർ ദെൻ ദസ് യു ഗെറ്റ് ട്യൂമർ. DNA മ്യൂട്ടേഷൻ അല്ലേ, DNA ചേഞ്ച് വരും. റേഡിയേഷൻ ബ്രേക്സ് ദ DNA strands leading to permanent genetic changes. Genetic birth defect. Okay, mutated genes may cause abnormalities in the newborns. Eye cataracts. The radiation clouds the lenses of eyes, leading to vision impairment. Sterility and reproductive issues കൊണ്ടുവരും. തൈറോയ്ഡ് ഡിസോർഡേഴ്സ് എന്തൊക്കെയാണ്? റേഡിയോആക്റ്റീവ് iodine accumulates in thyroid, causing inflammation or cancer. Death in extreme exposure. ഭയങ്കര എക്സ്പോഷർ വന്നാൽ ആൾ തീർന്നു. വെരി ഹൈ റേഡിയേഷൻ ഡോസസ് കോസസ് മൾട്ടി ഓർഗൻ ഫെയിലിയർ. അങ്ങനെയാണ് ഓർഗൻ ഫെയിലിയർ സംഭവിച്ചിട്ടാണ് ഡെത്ത് വരുന്നത് കേട്ടോ. മെല്ലെ ചാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വന്ന് ഗ്രൂപ്പ് 5 നമ്മൾ ജനറൽ കൺസ്ട്രക്ഷൻ ആൻഡ് സേഫ്റ്റിനെ കുറിച്ചാണ്. കൺസ്ട്രക്ഷൻ സേഫ്റ്റിനെ കുറിച്ച് പറയണം. അപ്പോൾ വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് ഫോർ സേഫ്റ്റി ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രീസ്? 7 മാർക്കിന് ചോദിക്കുക. കൺട്രോൾ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷന് മുന്നേ PPE എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആണ്. ഓക്കെ, അപ്പം സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് ടൂൾ ബോക്സ് സ്റ്റോക്ക്. നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നതിന് മുന്നേ, ഒരു പ്രോസസ്സ്, ഒരു വർക്ക് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ടൂൾ ബോക്സ് ടോക്ക് എന്ന് പറയും. എല്ലാ വർക്കറും കൂടി ഒരുമിച്ചിരുന്നിട്ട് ആ വർക്കറിൻ്റെ ഒരു സൂപ്പർവൈസർ പറഞ്ഞു കൊടുക്കും, ഇന്ന് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിലെ സേഫ്റ്റി പ്രിക്കോഷൻ ഇതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ പ്രോപ്പർ സ്കാഫോൾഡിങ് ആൻഡ് ലാഡേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. മെഷീനറി ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഫോൾ പ്രൊട്ടക്ഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ഹസാർഡ് സൈനേജ് ആൻഡ് ബാരിക്കേഡിങ് അല്ലേ, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് ആ ഇതിന് ചുറ്റുമായിട്ട് ബാരിക്കേഡ് കൊടുക്കുക. അതിന് ചുറ്റുമായിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതാണ് സൈനേജ്. പിന്നെ എമർജൻസി റെസ്പോൺസ് സെറ്റപ്പ് എന്തെങ്കിലും സംഭവിച്ചാൽ. കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് റിസ്ക് ഇൻ കൺസ്ട്രക്ഷൻ. അപ്പം റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ട് ആർ ദ കൺട്രോൾ മെഷേഴ്സ് വി ക്യാൻ ഡു? കൺട്രോൾഡ് റിസ്ക് അസസ്മെൻറ്റ്. കണ്ടക്ട് റിസ്ക് അസസ്മെൻറ്റ്. ഹിറ എന്ന് പറയുന്ന ഒരു റിസ്ക് അസസ്മെൻറ്റ് ആണ്. ഇറ്റ് ഐഡൻറ്റിഫൈസ് ഹസാർഡ് ഏർലി ആൻഡ് പ്ലാൻ കൺട്രോൾ ബിഫോർ സ്റ്റാർട്ടിംഗ് ദ വർക്ക്. Provide personal protective equipment to all workers. Helmets, gloves, shoes, harness protects against physical injuries. Ensure safe scaffolding system and proper erection, guardrails and inspections. Prevent falls. Implement fall protection measure. അതായത് സേഫ്റ്റി നെറ്റ്സ് അഥവാ വീഴാണെങ്കിൽ. പിന്നെ ലൈഫ് ലൈൻസ് ആൻഡ് ഫുൾ ബോഡി ഹാർനസസ് അറ്റ് ഹൈറ്റ്. ഫുൾ ബോഡിയിൽ ഹാർനസ് ഇതാക്കുമ്പോൾ അവർക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകും, പ്രൊഡക്ടിവിറ്റി കൂടും. ഫോളോ സേഫ് എക്സ്കവേഷൻ പ്രാക്ടീസസ്. ഷോറിങ് എന്താ ഞാൻ പറഞ്ഞില്ലേ, സ്ലോപ്പിംഗ് ആൻഡ് ബെഞ്ചിങ് പ്രിവെൻറ്റ് ട്രെഞ്ച് കൊളാപ്സസ്. നമ്മൾ എക്സ്കവേഷനിലെ ട്രെഞ്ച് കൊളാപ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ ഉള്ള സ്റ്റെപ്സാണ് ഇതൊക്കെ. മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ സേഫ്റ്റി. അതായത് ഇൻസുലേറ്റഡ് ടൂൾസിൽ വരാം, കാരണം ലൈവ് വയറിൽ തടയുമ്പോഴാണ് ഇലക്ട്രിക്യൂഷൻ വരുന്നത്. പ്രോപ്പർ ഗ്രൗണ്ടിങ് കൊടുക്കണം, ലീക്കേജ് കാരണം ഇലക്ട്രിക്യൂഷൻ വരും. ആൻഡ് എലിമിനേറ്റ് എക്സ്പോസ്ഡ് ലൈവ് വയേഴ്സ്. അപ്പോൾ ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലായി. പിന്നെ എൻഷുർ മെഷീനറി ഇൻസ്പെക്ഷൻ ആൻഡ് മെയിൻ്റനൻസ്. എപ്പോഴും റെഗുലർ സർവീസ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് മെഷീൻ ഈസ് നെസസറി. അതിൻ്റെ റെക്കോർഡും കീപ്പ് ചെയ്യണം. റെഗുലർ സർവീസിങ് റെഡ്യൂസസ് ബ്രേക്ക് ഡൗൺ ആൻഡ് ആക്സിഡൻറ്റ്സ്. പ്രൊവൈഡ് സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് ടൂൾ ബോക്സ് സ്റ്റോക്സ്. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു അടുത്ത മറ്റേ ക്വസ്റ്റ്യനിലാണ് പറഞ്ഞു. എഡ്യൂക്കേറ്റ്സ് വർക്കേഴ്സ് ഓൺ ഹസാർഡ് ആൻഡ് സേഫ് ബിഹേവിയർ. ഇംപ്രൂവ് ഹൗസ് കീപ്പിംഗ്. ഇത് 14 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ അതിന് ഏതൊക്കെ ഓർമ്മ വരുന്നോ അതൊക്കെ തള്ളിവിടാം. ഇംപ്രൂവ് ഹൗസ് കീപ്പിംഗ്, ക്ലീൻ പാത്വേസ്, റെഡ്യൂസ് സ്ലിപ്പ്, ട്രിപ്പ് ആൻഡ് ഫോൾ ഇൻസിഡൻസ്. ബാരിക്കേഡ് ഹസാർഡസ് ഏരിയാസ് നമ്മൾ പ്രോപ്പർ സൈനേജും കൊടുക്കുക, ബാരിക്കേഡ് ചെയ്ത് വെക്കുക. പ്രോപ്പർ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്. മെക്കാനിക്കൽ ലിഫ്റ്റിംഗ് റെഡ്യൂസസ് സ്ട്രെയിൻ. നമ്മൾ മെക്കാനിക്കൽ ലിഫ്റ്റിങ്ങിനുള്ള ആക്സസ് ഉണ്ടെങ്കിൽ കൈയും കൊണ്ട് പൊക്കിയെടുക്കാൻ നിൽക്കില്ല. ഇൻസ്റ്റാൾ ഫയർ സേഫ്റ്റി സിസ്റ്റംസ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ്, അലാംസ്, എമർജൻസി എക്സിറ്റ്സ്, റെഡ്യൂസ് ഫയർ റിസ്ക്സ്. ഗുഡ് ലൈറ്റിംഗ് ആൻഡ് സൈനേജ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രോപ്പർ വിസിബിലിറ്റിന് ഗുഡ് ലൈറ്റിംഗ് വേണം. നമ്മൾ വെൽഡിങ് അങ്ങനത്തെ പ്രോസസ്സൊക്കെ ചെയ്യുമ്പോൾ ഗുഡ് ലൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിപ്പയർ എമർജൻസി റെസ്പോൺസ് പ്ലാൻ, ഫസ്റ്റ് എയ്ഡ് കിറ്റ്, ട്രെയിൻഡ് റെസ്പോണ്ടേഴ്സ് ആൻഡ് റെസ്ക്യൂ പ്രൊസീജിയേഴ്സ് സേവ്സ് ലൈഫ് ഡ്യൂറിങ് ഇൻസിഡൻറ്റ്. പിന്നെ അടുത്ത് നമ്മൾ ഷോർട്ട് നോട്ട് ഓൺ സ്കാഫോൾഡിങ്, വെൽഡിംഗ്, കട്ടിംഗ്, കോൺക്രീറ്റിംഗ്, എക്സ്കവേഷൻ 14 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഷോർട്ട് നോട്ട്സ് ഓൺ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ചോദിച്ചാലും സെയിം ആണ്. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന കുറച്ചൊക്കെ ഉള്ളത് സ്കാഫോൾഡിങ് നമ്മൾ പറഞ്ഞു, വെൽഡിംഗ് പറയാം, കട്ടിംഗ്, കോൺക്രീറ്റിംഗ്, എക്സ്കവേഷൻ നമ്മൾ പറഞ്ഞു. സ്കാഫോൾഡിംഗ് വർക്ക് ഒരു 3 to 4 മാർക്കിന് എഴുതാനുള്ളതുണ്ട്. അതായത് ഇറ്റ് ഇസ് എ ടെമ്പററി വർക്കിംഗ് പ്ലാറ്റ്ഫോം യൂസ് ടു സപ്പോർട്ട് വർക്കേഴ്സ് അറ്റ് ഹൈറ്റ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. വർക്കറും മെറ്റീരിയലും ഉണ്ട്. കൺസ്ട്രക്റ്റഡ് യൂസിങ് ട്യൂബ്സ്,
ഫ്രെയിംസ്, കപ്ലേഴ്സ്, പ്ലാങ്സ്, മോഡുലർ സിസ്റ്റം. ആ കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ നമ്മളെ സ്കാഫോൾഡിൻ്റെ ആ ഫിഗർ ഓർത്താൽ മനസ്സിലാവും. മസ്റ്റ് ഹാവ് ഗാർഡ് റെയിൽസ്, മിഡ് റെയിൽസ്, ടോ ബോർഡ്സ് ആൻഡ് ഫേം ബേസ് പ്ലേറ്റ്സ്. ഇത് തന്നെ ഒരു 4 പോയിന്റ് ആക്കി എടുക്കാം. ഇറ്റ് മസ്റ്റ് ഹാവ് ഗാർഡ് റെയിൽസ്, ഇറ്റ് മസ്റ്റ് ഹാവ് മിഡ് റെയിൽസ്, തട്ടി സ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ടോ ബോർഡ്സ് വേണം, പിന്നെ ഫേം ബേസ് പ്ലേറ്റ്സ് വേണം. ഓക്കെ, അപ്പം നമ്മൾ പ്ലാറ്റ്ഫോമിൽ പ്ലാങ്സിനെല്ലാം റസ്റ്റ് ഉണ്ടോ ഇല്ലയെന്നെല്ലാം നോക്കണം. അതൊക്കെ റിക്വയർസ് ഡെയിലി ഇൻസ്പെക്ഷൻ ഫോർ സ്റ്റെബിലിറ്റി. ഡെയിലി ഇൻസ്പെക്ഷൻ. പിന്നെ മറ്റേ ടാഗ് സിസ്റ്റം ഉണ്ടല്ലോ, റെഡ്, ഗ്രീൻ, യെല്ലോ അല്ല, അതും വേണം എഴുതാം. ഡിഫക്ട്സ്, ഓവർലോഡിങ്. ആക്സസ് ഈസ് ഗിവൺ ത്രൂ ലാഡേഴ്സ് or stairs, not by climbing frames. വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രെയിംസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സാണ്. അതിൽ കയറി തൂങ്ങിയതിൽ ലാഡേഴ്സ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യണം. വെൽഡിങ് ആൻഡ് കട്ടിംഗ് വർക്ക് നമ്മൾ അറിയാമല്ലോ. വെൽഡിങ് ആൻഡ് കട്ടിംഗ് വർക്ക് അറിയാത്ത ആരും ഇല്ലാന്ന് തോന്നുന്നു. Involves joining or cutting metals using heat source like gas flame or arc welding, plasma, etc. Okay, it generates hazards like fires, sparks, fumes, UV radiation, burns. ഓക്കെ, നമുക്കറിയാം ഒരു വെൽഡ് ചെയ്യുമ്പോൾ സ്പാർക്ക് എന്തായാലും ക്രിയേറ്റ് ചെയ്യും. സ്പാർക്ക് കാരണം ഫയർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആലോചിച്ച് നോക്കുക. പിന്നെ ഇതിൽ ഹസാർഡസ് ഫ്യൂംസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. UV റേഡിയേഷൻ നമ്മളെ കട്ട് ചെയ്യുന്ന അവിടെ നിന്ന് വരുന്നുണ്ട്. അത് കാരണം ബേൺസ് സംഭവിക്കും. റിക്വയർസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, എത്ര വലിയ ആശാനാണെങ്കിലും വെൽഡിങ് ചെയ്യുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ് ധരിക്കണം. ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്. വെൽഡിങ് ഹെൽമെറ്റ് അല്ലാതെ തന്നെ നമുക്കുണ്ട്. ഇതാണ് വെൽഡിങ് ഹെൽമെറ്റ്. ഓക്കെ, അത് ഒരു സ്പെസിഫിക് ഹെൽമെറ്റ് തന്നെയാണ്. കാരണം ആ വെൽഡിങ്ങിൽ നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല. നേരെ വെൽഡിങ് നോക്കി ചെയ്ത ഒരാളും ഇതുവരെ കണ്ണ് കാഴ്ചയോടെ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം അതിനായിട്ട് തന്നെ ഒരു ഹെൽമെറ്റ് ഉണ്ട്. പിന്നെ ഗ്ലൗസ് ഉണ്ട്, ഏപ്രൺ ഉണ്ട്, ഗോഗിൾസ് ഉണ്ട്, റെസ്പിറേറ്റർ ഉണ്ട്. ഗ്യാസ് സിലിണ്ടേഴ്സ് മസ്റ്റ് ബി സ്റ്റോർഡ് അപ്രൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ഗ്യാസ് വെൽഡിങ്ങിലാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ടാവില്ല, അതിൻ്റെ അകത്തുകൂടെ ആയിരിക്കും ഗ്യാസ് പോകുന്നത്. ഗ്യാസ് സിലിണ്ടർ മസ്റ്റ് ബി സ്റ്റോർഡ് അപ്രൈറ്റ്. വാൾവ്സ് മസ്റ്റ് ബി ക്ലോസ് ആൻഡ് ഫ്ലാഷ് ബാക്ക് അറസ്റ്റേഴ്സ് അറിയുമോ? ഫ്ലാഷ് ബാക്ക് അറസ്റ്റേഴ്സ്, ഫ്ലെയിം അറസ്റ്റേഴ്സ് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഗ്യാസ് ഇങ്ങനെ പോയി തിരിച്ച്, അപ്പോൾ ഇവിടെ ഫ്ലെയിം അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഫ്ലെയിം തിരിച്ച് ഇങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം എന്താ, ഇവിടെ മൊത്തം ഗ്യാസാണ്, അത് പൊട്ടിത്തെറിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അറസ്റ്റേഴ്സ്, ഫ്ലെയിം അറസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് അറസ്റ്റേഴ്സ് ആർ യൂസ്. വർക്ക് ഏരിയ മസ്റ്റ് ബി ഫ്രീ ഫ്രം ഫ്ലെയിമബിൾ മെറ്റീരിയൽസ്. പ്രൊവൈഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് നിയർ ബൈ. ഇനി കോൺക്രീറ്റിംഗ് വർക്കിനെ കുറിച്ച് പറയാം. നമുക്കറിയാം കോൺക്രീറ്റ് മൊത്തം ഇടുന്ന നമ്മളെ കൺസ്ട്രക്ഷൻ വർക്കിൽ വെരി കോമൺ ആയിട്ടുള്ളതാണ്. കോൺക്രീറ്റ് മൊത്തം ഒഴിച്ച് കോൺക്രീറ്റിംഗ് വർക്ക് എന്നല്ലേ പറയാം. പ്രോസസ് ഇൻക്ലൂഡ്സ് മിക്സിംഗ് ഓഫ് കോൺക്രീറ്റ്, ട്രാൻസ്പോർട്ടിംഗ്, പോറിംഗ് ഓഫ് കോൺക്രീറ്റ്, കോമ്പാക്റ്റിംഗ് ആൻഡ് ക്യൂറിംഗ് ഓഫ് കോൺക്രീറ്റ്. കോമ്പാക്റ്റ് ആൻഡ് ക്യൂർ എന്ന് പറയുമ്പോൾ അറിയാലോ, അതിന് കുറച്ച് സമയം കൊടുത്താലേ കോൺക്രീറ്റ് എല്ലാം കൂടി സെറ്റ് ആവുള്ളൂ, കോമ്പാക്റ്റ് ആവുള്ളൂ. ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, സിമെൻറ്റ് ബേൺസ് ആവാനുണ്ട്. ഫോളിങ് ഫ്രം ഹൈറ്റ്സ് ഡ്യൂറിങ് ഫോം വർക്ക്. നമ്മൾ മുകളിലൊക്കെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് വീഴാൻ ചാൻസ് ഉണ്ട്. സ്ട്രക്ക് ബൈ ഇഞ്ചറീസ്. എൻഷുർ പ്രോപ്പർ ഫോം വർക്ക് ബ്രേസിങ്. അപ്പം നമ്മൾ ഫോം വർക്ക് ബ്രേസിങ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ഇനിയിപ്പോൾ ഹൈറ്റിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫോം വർക്ക് ബ്രേസിങ്. Ensure proper foam work bracing. Check for leaks before pouring. Provide vibrators and tools carefully to avoid hand-arm vibration injuries. Hand-arm vibration injuries വരാതിരിക്കാൻ വേണ്ടിയിട്ട് provide vibrators and tools carefully. Okay. After placement, concrete must be cured properly to gain full strength. Okay, പ്ലേസ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കയ്യിൽ കോൺക്രീറ്റ് ആണെങ്കിൽ അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയണം. അതും ഒരു ഹസാർഡാണ്, കയ്യിൽ ഒട്ടി നിൽക്കും. എക്സ്കവേഷൻ വർക്ക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇൻവോൾവ്സ് ഡിഗിങ് സോയിൽ ഫോർ ഫൗണ്ടേഷൻ, ട്രെഞ്ചസ്, യൂട്ടിലിറ്റീസ്, ബേസ്മെൻറ്റ്. യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസും പൈപ്പ് ലൈനെല്ലാം ഇടാൻ വേണ്ടിയിട്ട് അപ്പം കുഴിക്കുന്ന കാണല്ലേ, മറ്റേ റോഡിലെല്ലാം റോഡ് നല്ല രീതിയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇവന്മാർ വന്ന് കുഴിക്കും. അതന്നെ, അപ്പം അത് യൂട്ടിലിറ്റി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസ്മെൻറ്റ്. ഹസാർഡ്സിൽ പറയുമ്പോൾ എന്താ, കേവിൻസ്, നേരത്തെ പറഞ്ഞില്ലേ മണ്ണിടിച്ചിൽ, ഫ്ലഡിങ്, ലാക്ക് ഓഫ് ഓക്സിജൻ ആൻഡ് ടോക്സിക് മെറ്റീരിയൽസ് പ്രസൻസ് ഉണ്ടാവും. പിന്നെ ഫോളിങ് മെറ്റീരിയൽസ് എന്തെങ്കിലും വന്ന് വീണാലോ, കോൺടാക്ട് വിത്ത് അണ്ടർഗ്രൗണ്ട് ലൈൻസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ഹസാർഡ്സ്. അതിന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ഷോറിങ്, സ്ലോപ്പിംഗ്, ബെഞ്ചിങ് ടു പ്രിവെൻറ്റ് കൊളാപ്സ്. ഇൻസ്റ്റാൾ ബാരിക്കേഡ്സ് ആൻഡ് കീപ് ഹെവി മെഷീനറി എവേ ഫ്രം ദ എഡ്ജസ്. ഓക്കെ, ഹെവി മെഷീനറി എവേ ഫ്രം ദ എഡ്ജസിന് കാരണം എന്താണ്, ഇതങ്ങനെ വന്ന് വീണ, അല്ലെങ്കിൽ ഇത് ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ ഈ മണ്ണ് വല്ല ലൂസായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ഇതിൽ കാരണം മണ്ണിടിച്ചിൽ വന്നാൽ ഇത് വന്ന് ആളുടെ തല വന്ന് വീഴും. എൻഷുർ ഗ്യാസ് ടെസ്റ്റിംഗ്, പ്രോപ്പർ ആക്സസ് ലാഡർ ഉണ്ടാവണം. ഒരു ട്രെഞ്ച് കുഴിക്കുമ്പോൾ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയ, അല്ലെങ്കിൽ ഗ്യാസ് ഓക്സിജൻ ഡിപ്ലീറ്റഡ് ആവുന്നുണ്ടെന്ന് തോന്നിയാൽ പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ട് ആക്സസ് ലാഡേഴ്സ് വേണം. ആൻഡ് കണ്ടിന്യൂസ് സൂപ്പർവിഷൻ ഈസ് മാൻഡേറ്ററി. ഒരാൾ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേ ആൾക്കാരെ സൂപ്പർവിഷനിന് വേണ്ടി ഉറപ്പായിട്ടും വേണം. ഓക്കെ, ഇല്ലെങ്കിൽ ഇയാൾ ബോധം കിട്ടി വീണാലും അറിയത്തില്ല.
ഇനി നമ്മൾ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലോട്ടാണ് പോകുന്നത്. 3 മാർക്കിലെ ക്വസ്റ്റ്യൻസ് എൻലിസ്റ്റ് എനി 3 കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് ദ റിസ്ക് ഇൻ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ്? പ്രോപ്പർ PPE. ഈ ഒരു സംഭവം കണ്ട് മടുത്തു അല്ലേ. ഇനി മെയിൻറ്റെയിൻ സേഫ് സ്കാഫോൾഡിംഗ് ലാഡേഴ്സ് ആൻഡ് വർക്കിംഗ് പ്ലാറ്റ്ഫോം. എൻഷുർ റെഗുലർ സേഫ്റ്റി ട്രെയിനിങ് ആൻഡ് ടൂൾ ബോക്സ് സ്റ്റോക്ക്. ടൂൾ ബോക്സ് സ്റ്റോക്ക് നല്ലൊരു പോയിൻ്റാണ് കേട്ടോ എഴുതുന്നത്. ഇനി ബാരിക്കേഡ് ഹസാർഡസ് ഏരിയാസ് ആൻഡ് ഇൻസ്റ്റാൾ വാർണിംഗ് സൈനേജ് എന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ. Conduct routine safety inspection of site and equipment. Write a short note on disposal of radioactive waste. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലായി എന്താ മറ്റേ ഗ്ലാസിൻ്റെ അകത്തോ ഗ്ലാസിൻ്റെ അകത്ത് ചെയ്യുന്നതിന് വിട്രിഫിക്കേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പം റേഡിയേഷൻ എമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെന്താ അണ്ടർഗ്രൗണ്ട് ബറിയൽ, ജിയോളജിക്കൽ ബറിയൽ. ഓക്കെ, അല്ലെങ്കിൽ വാട്ടറിലോട്ട്, അതിപ്പോൾ ബാൻഡാണ്. നമ്മൾ നോക്കാം എന്തൊക്കെയാണ്. റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് മസ്റ്റ് ബി സ്റ്റോർഡ് ആൻഡ് ഷീൽഡഡ് കണ്ടെയ്നേഴ്സ്. ഓക്കെ, അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് മസ്റ്റ് സ്റ്റോർഡ് ഇൻ സീൽഡ് ആൻഡ് ഷീൽഡഡ് കണ്ടെയ്നേഴ്സ്. ലോ ലെവൽ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ബറീഡ് ആണ്. ലോ ലെവൽ വേസ്റ്റ് ആണെങ്കിൽ ബറി ചെയ്യുന്നത്. ഹൈ ലെവൽ വേസ്റ്റ് ആണെങ്കിൽ സ്റ്റോർഡ് ഡീപ്പ് അണ്ടർഗ്രൗണ്ട്. ഓക്കെ, അതിനാണ് ജിയോളജിക്കൽ ഡിസ്പോസൽ എന്ന് പറയുന്നത്. വേസ്റ്റ് ഈസ് മോണിറ്റേർഡ് ഫോർ റേഡിയേഷൻ ലീക്സ്. മെത്തേഡ്സ് ഫോളോ സ്ട്രിക്ട് റെഗുലേഷൻ ടു പ്രൊട്ടക്ട് എൻവയോൺമെൻറ്റ് ആൻഡ് ഹ്യൂമൻസ്. ഓക്കെ, അതും ഈ റേഡിയേറ്റീവ് വേസ്റ്റ് എല്ലാം ഭയങ്കര ദൂരെ കൊണ്ടുപോയി ഭയങ്കര ഡീപ്പായിട്ട് വേണം സ്റ്റോർ ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും ഒക്കെ. ഓക്കെ, ഇല്ലെങ്കിൽ ആൾക്കാർക്ക് അവരുടെ നെയ്ബറിങ് ആൾക്കാർക്ക് പ്രശ്നമാണ്. എൻലിസ്റ്റ് എനി 3 കൺട്രോൾ മെഷേഴ്സ് ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. ഇനി ഇലക്ട്രിക് ഷോക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള റിസ്ക് 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. പ്രോപ്പർ ഇൻസുലേഷൻ ആൻഡ് ഗ്രൗണ്ടഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. ഇൻസ്റ്റാൾ RCCB ELCB ടു കട്ട് പവർ ഡ്യൂറിങ് ഫോൾട്ട്. അതന്നെ പണ്ട് നമ്മളെ ഫ്യൂസിനൊക്കെ പോലെ ഇപ്പം RCCB ELCB ഒക്കെയാണ് വേണം. MCB എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് അറിയില്ലേ. ടു കട്ട് പവർ ഡ്യൂറിങ് ഫോൾട്ട്. അവോയ്ഡ് വെറ്റ് സർഫസ് വൈൽ ഹാൻഡ്ലിങ് ഇലക്ട്രിക്കൽ ടൂൾസ്. അത് നമ്മൾ പറഞ്ഞിട്ടില്ലേ, വെള്ളം കൊണ്ടൊന്നും സ്വിച്ച് തൊടലെന്നെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. ഇൻസ്പെക്ട് കേബിൾസ് ആൻഡ് റീപ്ലേസ് ഡാമേജ് വയേഴ്സ്. പ്രൊവൈഡ് റബ്ബർ ഗ്ലൗസ് ആൻഡ് ഇൻസുലേറ്റഡ് ടൂൾസ് ഫോർ വർക്കേഴ്സ്. ഓക്കെ, നമ്മൾ റബ്ബർ ഗ്ലൗസ് ഒക്കെ വേണം, റബ്ബർ ചെരുപ്പ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ഹൈറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഇൻസുലേറ്റഡ് ടൂൾസ് ആയിരിക്കണം. Now, write the effects of radioactive waste on human health. Okay, radioactive waste emit radiation. ആ റേഡിയേഷൻ കൊണ്ട് എന്തൊക്കെ ഉണ്ടാകും? കോസസ് ക്യാൻസർ ഡ്യൂ ടു റേഡിയേഷൻ എക്സ്പോഷർ, ലീഡ് ടു ജനറ്റിക് മ്യൂട്ടേഷൻ, ഡാമേജസ് ടിഷ്യൂസ്, ഓർഗൻസ് ആൻഡ് ബോൺ മാരോ, ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ലുക്കീമിയ ആൻഡ് തൈറോയിഡ് ഡിസോർഡേഴ്സ്. ലോങ് ടേം എക്സ്പോഷർ ക്യാൻ റെഡ്യൂസ് ഇമ്മ്യൂൺ ഫംഗ്ഷൻ. അല്ലേ, നമ്മളെ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ WBCനെല്ലാം അഫക്റ്റ് ചെയ്തിട്ട് ഇമ്മ്യൂൺ ഫംഗ്ഷൻ ഇല്ലാണ്ടാക്കും. ഇത് നമ്മൾ 14 മാർക്സിന് ലോങ് ആൻസർ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഇതെല്ലാം പെട്ടെന്ന് പോകുന്നത്. എക്സ്പ്ലെയിൻ വേരിയസ് ഹസാർഡ്സ് ഇൻവോൾവ് ഇൻ എക്സ്കവേഷൻ പ്രോസസ്. ഹസാർഡ്സ് ഇൻവോൾവ് ഇൻ എക്സ്കവേഷൻ പ്രോസസ് വീണ്ടും നമ്മൾ പറഞ്ഞത് തന്നെ. കേവിൻസ് ആൻഡ് ട്രെഞ്ച് കൊളാപ്സ്, ഫോളിംഗ് ഒബ്ജക്ട്സ് ഓർ മെറ്റീരിയൽ ഫ്രം എഡ്ജസ്, ഹിറ്റിംഗ് അണ്ടർഗ്രൗണ്ട് യൂട്ടിലിറ്റീസ്, നമ്മുടെ കേബിൾ പൈപ്പ് ലൈൻ, അതൊക്കെ. ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ ടോക്സിക് ഗ്യാസസ് ഇൻ ഡീപ്പ് എക്സ്കവേഷൻ. എക്യുപ്മെൻറ്റ് മൂവ്മെൻറ്റ് ഹസാർഡ്. എക്യുപ്മെൻറ്റ് മൂവ് ചെയ്യുമ്പോൾ JCB അങ്ങനത്തെ സാധനങ്ങളെല്ലാം മൂവ് ചെയ്യുമ്പോൾ എന്താണ് വന്ന് വീഴാൻ ഉള്ള മണ്ണ്, അതിൻ്റെ അടിയിലുള്ള മണ്ണ് ഇടിഞ്ഞിട്ട് അത് വന്ന് വീഴാനുള്ള ചാൻസ് എല്ലാം ഉണ്ട്. റൈറ്റ് എ നോട്ട് ഓൺ ഇലക്ട്രിക്കൽ ഹസാർഡ്സ്. എഗെയിൻ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഹസാർഡ്സ് എന്തൊക്കെയാണ്? ഷോക്ക്, ബേൺസ്, ആർക്ക് ഫ്ലാഷ്, കോസ്ഡ് ബൈ എക്സ്പോസ്ഡ് വയേഴ്സ്, ഫോൾട്ടി സർക്യൂട്ട്സ് ആൻഡ് വെറ്റ് സർഫസസ്. ഇറ്റ് ലീഡ്സ് ടു ഫയേഴ്സ്, എക്യുപ്മെൻറ്റ് ഡാമേജ് ആൻഡ് സിവിയർ ഇഞ്ചറീസ്. ഇനി അതിൻ്റെ പ്രിവെൻഷൻ എങ്ങനെ? ഇൻസുലേഷൻ, ഗ്രൗണ്ടിങ്, റെഗുലർ ഇൻസ്പെക്ഷൻ. പ്രോപ്പർ PPE ലൈക്ക് റബ്ബർ ഗ്ലൗസ് റെഡ്യൂസസ് ദ റിസ്ക്. Enlist any 3 control methods to reduce the risk in a construction industry. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തതാണ്, ഓൾറെഡി അത് നോക്കിയാൽ മതി. മെൻഷൻ ഡിവൈസസ് യൂസ് ടു പ്രിവെൻറ്റ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വോൾട്ടേജ് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതിന് അത് നല്ലതല്ല. അപ്പോൾ അതും പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമുക്ക്? വോൾട്ടേജ് സ്റ്റെബിലൈസർ. നമ്മൾ സ്റ്റെബിലൈസർ എല്ലാം ഉപയോഗിക്കുന്നുണ്ടാവില്ല. നമ്മൾ ഫ്രിഡ്ജിലെല്ലാം നോക്കിയാൽ കാണാൻ പറ്റും, AC യിലും ഫ്രിഡ്ജിലും എല്ലാം സ്റ്റെബിലൈസേഴ്സ് ഉപയോഗിക്കുന്നത് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് തന്നെ AVR എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. പിന്നെ UPS, അൺഇൻറ്റർപ്റ്റബിൾ പവർ സപ്ലൈ. സർജ് പ്രൊട്ടക്ടർ, ഇൻവെർട്ടർ വിത്ത് വോൾട്ടേജ് കൺട്രോൾ. ഇൻവെർട്ടറിൽ തന്നെ ബിൽഡിൻ വോൾട്ടേജ് കൺട്രോൾ ഉണ്ടാവും. ഓക്കെ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് വൈൽ യൂസിങ് എ സ്കാഫോൾഡ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് while using a scaffold. Scaffold must be erected on a firm, erected എന്ന് പറഞ്ഞാൽ എന്താ? കെട്ടിപ്പൊക്ക. ഓക്കെ, on a firm level ground. അപ്പം അതിന് നമ്മൾ നേരത്തെ ആ ഒരു മുകളിലത്തെ ഫിഗർ നോക്കി അറിയാം, അതിൻ്റെ പ്രൊജക്റ്റഡ് ആയിട്ട് ഒരു സാധനം ഉണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ സ്കാഫോൾഡിങ്, ഇതിന് പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഗ്രൗണ്ട് ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഗ്രൗണ്ട് ലെവൽഡ് അല്ലെങ്കിൽ പോലും ഇവിടെ ഒരെണ്ണം നല്ല രീതിയിൽ പിടിച്ചു വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയായാലും സ്കാഫോൾഡ് മസ്റ്റ് ബി erected on a firm level ground. ലെവൽ ഗ്രൗണ്ടിൽ തന്നെ ഇറക്റ്റ് ചെയ്യാൻ നോക്കുക. ഗാർഡ് റെയിൽസ് ആൻഡ് ടോബോർഡ്സ് മസ്റ്റ് ബി ഇൻസ്റ്റാൾഡ്.
പ്ലാറ്റ്ഫോംസ് ഷുഡ് ബി ഫുള്ളി പ്ലാങ്ക്ഡ്. അതായത് നമ്മളെ പ്ലാറ്റ്ഫോമിൽ മൊത്തം പ്ലാങ്ക്സും ഉണ്ടാവണം, വുഡൻ പ്ലാങ്ക്സും ഉണ്ടാവണം. വുഡോ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയാൽ കുഴപ്പമില്ല, പ്ലാങ്ക്സ് ഉണ്ടാവണം. ആൻഡ് ടൈഡ് സെക്യൂർലി, ഈ പ്ലാറ്റ്ഫോം തമ്മിൽ ടൈഡ് സെക്യൂർലി. ഡു നോട്ട് ഓവർലോഡ് ചെയ്യാൻ പാടില്ല റേറ്റഡ് കപ്പാസിറ്റിനാട്ടിലും, ബിയോണ്ട് ഇറ്റ്സ് റേറ്റഡ് കപ്പാസിറ്റി. ഇൻസ്പെക്ട് സ്കാഫോൾഡ് ഡെയിലി ബിഫോർ യൂസ്. ഇനി അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് ഓൺ എ ഹ്യൂമൻ ബോഡി? ഇലക്ട്രിക് ഷോക്ക് എന്താ സംഭവിക്കുന്നത്? മസിൽ കോൺട്രാക്ഷൻസ്, മസിൽ സ്പാസംസ് എന്നെല്ലാം പറഞ്ഞേ. ഇന്നബിലിറ്റി ടു ലെറ്റ് ഗോ, ബേൺസ് ഓൺ സ്കിൻസ് അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ് പോയിന്റ്സ്, ഹാർട്ട് പ്രോബ്ലംസ് ലൈക്ക് വെൻട്രിക്കുലർ ഫൈബ്രിലേഷൻ, നമ്മൾ പറഞ്ഞില്ലേ അരിത്തിമിയ, അതായത് റിതമെല്ലാം പോയി. പിന്നെ കൂടിയൊരു സാധനം പറഞ്ഞു, കാർഡിയാക് അറസ്റ്റ് അല്ലേ. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഓർ റെസ്പിറേറ്ററി അറസ്റ്റ്, നെർവസ് സിസ്റ്റം ഡാമേജ് ആൻഡ് ലോസ് ഓഫ് കോൺഷ്യസ്നസ്. ഇനി അടുത്ത ലിസ്റ്റ് ദ പ്രിവെൻറ്റീവ് സ്റ്റെപ്സ് അഗെയിൻസ്റ്റ് വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ. വോൾട്ടേജ് ഫ്ലക്ച്വേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നേരത്തെ ചോദിച്ചാൽ അതേ ക്വസ്റ്റൻ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ്, സർജ് പ്രൊട്ടക്റ്റേഴ്സ് ഉപയോഗിക്കുക, മെയിൻറ്റെയിൻ proper wiring and avoid overloading circuit, ensure regular electrical inspection, install AVR, automatic voltage regulator for sensitive equipments, പിന്നെ യൂസ് ഓഫ് ഹൈ ക്വാളിറ്റി കേബിൾസ് ആൻഡ് കണക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 3 ഓക്കെ, ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. താങ്ക് യു.